എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ ഒരു കൂട് വേണം. ഒരു 1/2 ഇഞ്ച് മെഷ് രീതിയിൽ വരുന്ന നെറ്റിൻ്റെ ഒരു കൂടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ തള്ളക്കോഴിൻ്റെ അടുത്തുനിന്ന്, അതായത് ഒരു കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി 1 മാസത്തിന് ശേഷം തള്ളക്കോഴിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു കൂട്ടിലോട്ട് മാറ്റും. അതിലോട്ട് നമ്മൾ അവർക്ക് ആവശ്യമുള്ള തീറ്റ, വെള്ളം, മെഡിസിൻസ്, മൾട്ടി വിറ്റാമിൻസ്, പിന്നെ അതിൻ്റെ കൂടെ പച്ചിലകളൊക്കെ കൊടുത്തിട്ട് വളർത്തിയെടുക്കുന്ന രീതിയാണ്. അങ്ങനെ വളർത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഹൈജീനിക് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം 1 മാസം അല്ലെങ്കിൽ 2 മാസം ഒക്കെ പ്രായമായി കഴിയുമ്പോൾ ഇതുപോലെ നല്ല നല്ല കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽസ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവരെ തള്ളക്കോഴിൻ്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതുപോലൊരു കൂട്ടിലേക്ക് മാറ്റി ഇപ്പോൾ അവർക്ക് സ്റ്റാർട്ടർ, പ്രീ സ്റ്റാർട്ടർ ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പച്ചിലകളും കാര്യങ്ങളും കൊടുക്കും. ഇത് കണ്ടോ, അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ദിവസം മുന്നേ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇനി 1 മാസത്തോളം കാലം ഈ തള്ളക്കോഴിക്കുഞ്ഞുങ്ങളും കുട്ടികളും ഒന്നിച്ച് ഇതുപോലെ ഈ കൂട്ടിൽ കിടക്കും. ആ സമയത്ത് നമുക്ക് അവർക്ക് ആവശ്യമുള്ള വെള്ളം, അതുപോലെ മൾട്ടി വിറ്റാമിൻസുകളെല്ലാം അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പാക്കറ്റ് ഫീഡിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് ഇതുപോലെ പച്ചിലകളും പഴവർഗ്ഗങ്ങളും, ഇപ്പോൾ നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം, പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് കേടൊക്കെയുള്ള ആപ്പിള്, പേരക്ക, അതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ മുരിങ്ങയില, പപ്പായ ഇല, തുളസി ഇല, ഇതൊക്കെ അവർക്ക് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു നേരം മാത്രമാണ് നമ്മൾ പാക്കറ്റ് ഫീഡായ സ്റ്റാർട്ടറോ അല്ലെങ്കിൽ പ്രീ സ്റ്റാർട്ടറോ ഒക്കെ കൊടുക്കുന്നുള്ളൂ. വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഇലകളോ പഴവർഗ്ഗങ്ങളോ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പച്ചിലകളും ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തീറ്റ ചിലവ് ഏകദേശം പകുതിയായി കുറയ്ക്കാൻ കഴിയും. ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ 1 നേരം മാത്രമാണ് പാക്കറ്റ് ഫീഡ് കൊടുക്കുന്നത്. വൈകുന്നേരം പിന്നെ ഇതുപോലത്തെ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ടാവും. പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് കൊണ്ട് അവർ കൂടുതലും സേഫായിട്ട് വളരും. വേറെ മറ്റുള്ള കോഴികളെ ഉപദ്രവിക്കുകയോ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞ് കിട്ടുന്നത് അത് അത്രയും ഏകദേശം നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ ആർക്കെങ്കിലും നല്ല ഒറിജിനൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.